ലൈംഗികാതിക്രമ കേസിൽ കുടുങ്ങിയ സംവിധായകൻ രഞ്ജിത്തിന്റെ രാവണപ്രഭു പരിവേഷത്തിന് പിന്നിലെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തി സംവിധായകൻ ആലപ്പി അഷ്റഫ്. മലയാള സിനിമയിലെ ഇതിഹാസ താരം ഒടുവിൽ ഉണ്ണികൃഷ്ണനെ രഞ്ജിത്ത് ക്രൂരമായി മർദ്ദിച്ചുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് മദ്യപിച്ച് ലക്കുകെട്ട രഞ്ജിത്ത് ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കരണത്തടിക്കുകയും നാഭിക്ക് തൊഴിച്ച് വീഴ്ത്തുകയും ചെയ്തുവെന്നാണ് അഷ്റഫ് വെളിപ്പെടുത്തിയത്. അഹങ്കാരത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നിരുന്ന രഞ്ജിത്ത് നിസ്സഹായനായ ആ വയോധികനോട് കാണിച്ച ക്രൂരത മലയാള സിനിമയിലെ കറുത്ത അധ്യായമാണെന്ന് അഷ്റഫ് പറയുന്നു. അടികൊണ്ട് നിലത്തു വീണ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നിറഞ്ഞ കണ്ണുകളോടെ എഴുന്നേറ്റ് വന്ന ആ ദയനീയ മുഖം ഇന്നും മനസ്സിലുണ്ടെന്നും അദ്ദേഹം ഓർത്തെടുത്തു. കിഡ്നി രോഗബാധിതനായിരുന്ന അദ്ദേഹത്തിന്റെ നാഭിക്ക് നോക്കി ചവിട്ടിയത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ഈ സംഭവത്തിന് സാക്ഷിയായ ആറാം തമ്പുരാന്റെ നിർമ്മാതാവ് ജി സുരേഷ് കുമാർ തന്നെ വിളിച്ച് കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും അഷ്റഫ് കൂട്ടിച്ചേർത്തു. സിനിമയിലെ പ്രമുഖരെ പോലും കായികമായി നേരിടുന്ന സ്വഭാവമായിരുന്നു രഞ്ജിത്തിന്റേതെന്ന് അഷ്റഫ് ആരോപിക്കുന്നു. പാവക്കൂത്ത് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഇന്നത്തെ ഒരു പ്രശസ്ത നിർമ്മാതാവിനെയും രഞ്ജിത്ത് കരണത്തടിക്കുകയും നാഭിക്ക് ചവിട്ടി നിലത്തടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭയം കാരണം പലരും ഇത് പുറത്തു പറയാൻ മടിക്കുകയായിരുന്നു. സിനിമ എന്ന ക്രൈം ചെയ്തതിന്റെ പേരിലല്ല, മറിച്ച് സിനിമയുടെ മറവിൽ നടത്തിയ രതിവൈകൃതങ്ങളുടെ പേരിലാണ് രഞ്ജിത്ത് ഇന്ന് അഴിയെണ്ണുന്നതെന്നും അഷ്റഫ് പരിഹസിച്ചു. പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരാളെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കിയത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണെന്നും അദ്ദേഹം വിമർശിച്ചു. ചലച്ചിത്രമേളയുടെ വേദിയിൽ കാണികൾ കൂവി വിളിച്ചപ്പോൾ അവരെ കൊടിച്ചിപ്പട്ടികൾ എന്ന് വിളിച്ച അഹങ്കാരത്തിന് കാലം നൽകിയ ശിക്ഷയാണെന്നതും അഷ്റഫ് പറയുന്നു. രഞ്ജിത്തിന്റെ മുഖംമൂടി ആദ്യമായി അഴിച്ചുമാറ്റിയത് താനാണെന്നും ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ കാര്യങ്ങളും താൻ മുൻപ് പറഞ്ഞ സത്യങ്ങളുടെ സാക്ഷ്യപത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആലപ്പി അഷ്റഫ് തന്റെ വെളിപ്പെടുത്തൽ അവസാനിപ്പിച്ചത്. മലയാള സിനിമയിലെ പ്രതിഭാധനനും വയോവൃദ്ധനും എല്ലാവർക്കും പ്രിയങ്കനുമായിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണനോട് കാണിച്ചത് ക്രൂരത. ഒരു ചെറിയ തമാശയുടെ പേരിൽ മദ്യപിച്ച് ലക്കുകെട്ട രഞ്ജിത്ത് അഹങ്കാരം കൊണ്ട് ആ സാധു മനുഷ്യനെ ചെവിക്കല്ല് നോക്കി അടിച്ച് നിലത്തി വീഴ്ത്തിയെന്നതായിരുന്നു. അടികൊണ്ട് വീണ ഒടുവിലാനെ എല്ലാവരും ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരോടുള്ള ആ മുഖം എനിക്കൊരിക്കലും മറക്കാനാവില്ല. ഇന്നും ആ ദയനീയമായ മുഖം എന്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ സത്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയപ്പോൾ പലരും എന്നോട് കമന്റിലൂടെ ചോദിച്ചു, അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അവന്റെ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന്. കോടികൾ മുടക്കി ആരംഭിച്ച ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിൽ നടക്കുന്ന ഒരു പ്രശ്നം കൂടുതൽ വഷളാക്കുക എന്നതല്ല, എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. എല്ലാവരും ചേർന്ന പ്രശ്നം സമാധാനപരമായി അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കയറിയിടപെട്ട് പ്രശ്നം വഷളാക്കുന്നത് ന്യായമാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഞാൻ ഈ സംഭവം എന്റെ ചാനലിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ അത് കണ്ട് എന്നെ ആദ്യം വിളിച്ചത് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ ജി സുരേഷ് കുമാർ ആയിരുന്നു. സുരേഷ് കുമാർ എന്നോട് പറഞ്ഞത്, ഒരു കാര്യം പറയുമ്പോൾ അത് വളരെ കൃത്യമായി പറയേണ്ടതല്ലേ എന്നാണ്. അതെന്താണ്, എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സുരേഷ് പറയുന്നു, ഒടുവിലാൻ വീണത് അടികൊണ്ടല്ല, അടിയുടെ കൂടെ നാഭിക്ക് ഒരു തൊഴി കൂടെ കൊടുത്തു. ആ തൊഴിയുടെ ആഘാതത്തിലാണ് ഒടുവിലാൻ വീണത്. ആ ബഹളത്തിനിടയിൽ അന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന അദ്ദേഹത്തിന്റെ നാഭിക്കിട്ടാണ് ചവിട്ടിയതെന്ന് ഓർക്കണം. അദ്ദേഹം അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ സാധു മനുഷ്യന്റെ നിവൃത്തിയേടും നിസ്സഹായ അവസ്ഥയും കാരണമാണ് തുടർന്ന് ആ പടത്തിലും പിന്നീട് അയാളുടെ മറ്റൊരു പടത്തിലും അഭിനയിക്കാൻ നിർബന്ധിതനായത്. രഞ്ജിത്തിനെ പോലെയുള്ള ഒരാളിനെ നേരിടാനുള്ള ശക്തിയും പ്രാപ്തിയും ആ പാവ മനുഷ്യനുണ്ടായിരുന്നില്ല. സുരേഷ് കുമാർ ഒടുവിലാനെ അടിച്ച കാര്യം കൂടി എന്നോട് പറഞ്ഞപ്പോൾ ഇതുൾപ്പെടെ വീണ്ടും ചില സത്യങ്ങൾ കൂടി വെളിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. അപ്പോഴേക്കും സുരേഷ് കുമാർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറയുന്നു, താൻ ഇനി രഞ്ജിത്തിനെ ഒന്നും പറയല്ലേ, അയാൾ വലിയ അവശതയിലാണ്, കരൾമാറ്റ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി അയാളെ വിട്ടേര്, അതുകൊണ്ടാണ് കൂടുതൽ പ്രതികരണങ്ങൾ ഞാൻ ഒഴിവാക്കിയത്. ഒടുവിലിനെ തല്ലി താഴെയിട്ടു എന്നത് മാത്രമാണോ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്? എന്നാൽ അയാൾ സിനിമാ രംഗത്തുള്ള പല പ്രമുഖരെയും തല്ലിയിട്ടുണ്ട്. പാവക്കൂത്ത് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഇന്നത്തെ ഒരു പ്രശസ്ത നിർമ്മാതാവിനെയും കരണത്തടിച്ചും നാഭിക്ക് ചവിട്ടിയും അയാൾ നിലത്തിട്ടിട്ടുണ്ട്. അയാൾ ചെറുപ്പക്കാരനായിരുന്നിട്ട് പോലും പ്രതികരിക്കാതെ കണ്ണീരൊലിപ്പിച്ചു കൊണ്ടുപോയ ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു ഞെട്ടലും ആർക്കും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. മറിച്ച് ഈ നാണം കെട്ടവന്റെ സ്വഭാവം ഇപ്പോഴും മാറിയില്ലല്ലോ എന്നോർത്ത് ഇയാളോട് അവഗണനയും വെറുപ്പും വർദ്ധിക്കുകയാണുണ്ടായത്. പട്ടിയുടെ വാൽ 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെയിരിക്കൂ എന്ന സത്യം അയാൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പീഡനവീരനെ അഴിക്കുള്ളിലാക്കിയ അതിജീവിതയ്ക്ക്, ആ ധീരയായ പെൺകുട്ടിക്ക് ആശംസകൾ നേരുന്നു. അവൾക്കൊപ്പം മാത്രം നിർത്തുന്നു. ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ.